2023 ഓഗസ്റ്റ് 23 ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ പുതുചരിത്രം രചിച്ച ദിനം. ചന്ദ്രോപരിതലത്തിലെ ദക്ഷിണ ധ്രുവത്തിൽ വിക്രം ലാൻഡറിന്റെ സോഫ്റ്റ് ലാൻഡിംഗിനും പ്രഗ്യാൻ റോവറിന്റെ വിന്യാസത്തിനും ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ വിജയത്തിനും ലോകം സാക്ഷിയായ ദിനം. ഈ ചരിത്ര നേട്ടം ഇന്ത്യയെ ബഹിരാകാശ മേഖലയിലെ പ്രമുഖ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. ചന്ദ്രനിലിറങ്ങുന്ന 4ാമത്തെ രാജ്യമായും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യമായും ഇന്ത്യ മാറി. ഈ നിർണായക നേട്ടത്തിന്റെ ഓർമ്മയ്ക്കാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. 23 अगस्त को जब भारत ने चंद्रमा पर तिरंगा फहराया, उस दिन को अब हिंदुस्तान नेशनल स्पेस डे के रूप में मनाया जाएगा. ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക മേഖലയിലേക്ക് യുവതലമുറയെ ആകർഷിക്കുക, അവരെ പ്രചോദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനാചരണം. ടച്ചിങ് ലൈഫ്സ് വൈ ടച്ചിങ് ദ മൂൺ, ഇന്ത്യ സ്പേസ് സാഗ എന്നതാണ് പ്രഥമ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം. സമൂഹത്തിലും സാങ്കേതിക വിദ്യയിലും ബഹിരാകാശ പരിവേഷണത്തിന്റെ ആഴത്തിലുള്ള സ്വാധീനത്തിന് ഊന്നൽ നൽകുന്നതാണ് ഈ പ്രമേയം. എല്ലാ പൗരന്മാരും ഈ ആഘോഷത്തിൽ പങ്കാളികളാകണമെന്ന് ISRO ചെയർമാൻ S. സോമനാഥ് അഭ്യർത്ഥിച്ചു. This 23rd August 2024, we are celebrating the National Space Day announced by our Honorable Prime Minister to commemorate the landing on the moon, the historic landing on the moon. Celebrations across the country are organized, culminating in the first anniversary celebration of this historic day at New Delhi. I wish all of you join this celebration, be part of this celebration and have the Space Day, the maiden Space Day celebrated all across the country with great enthusiasm and joy. ബഹിരാകാശ പരിവേഷണത്തിന്റെ പ്രാധാന്യത്തെയും നേട്ടങ്ങളെയും കുറിച്ചുള്ള പൊതു അവബോധം വർദ്ധിപ്പിക്കുകയും ദേശസ്നേഹവും ഐക്യവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് ബഹിരാകാശ ദിനം. ബഹിരാകാശ പര്യവേഷണം ജനജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും ഈ മേഖലയിൽ വേണ്ട പിന്തുണയുടെയും പുരോഗതിയുടെയും ആവശ്യകതയെക്കുറിച്ചുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം.